നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒമാനിൽ കണ്ടെത്തിയത് അപൂർവ ഉൽക്കാശില. വിനിമയ നിരക്ക് മുൻകൂട്ടി അറിയാം. മാറ്റം മാസത്തിൽ 2 തവണ മാത്രം. വിദേശയാത്രകളിലെ സുരക്ഷിത ഇടപാട്. യാത്രകൾ ബാങ്കുകളെ മുൻകൂട്ടി അറിയിക്കാം. ഗുരുവായൂരിൽ മുഖമണ്ഡപവും നടപ്പന്തലും സ്ഥാപിച്ച പ്രവാസി വ്യവസായിയായ മലയാളി. സമർപ്പണം ജൂലൈ 7-ന്. ഇന്ത്യ ഒമാൻ ബിസിനസ് ടു ബിസിനസ് മീറ്റ്. കോടീശ്വരന്മാരെ ആകർഷിച്ച സൗദി. നിക്ഷേപവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കും. സ്വന്തം ആവശ്യം പോലും മാറ്റിവെച്ചൊരുക്കുന്ന സ്നേഹപ്പെട്ടികൾ. നാട്ടിലെത്തും വരെ പ്രവാസികളുടെ ഉള്ളിൽ അടങ്ങാത്ത തീ ആരറിയാൻ. ഒമാനിൽ കണ്ടെത്തിയത് അപൂർവ ഉൽക്കാശില. ഒമാനിൽ അപൂർവ ഉൽക്ക അവശിഷ്ടം കണ്ടെത്തിയതായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. 59.5 ഗ്രാമാണ് ഉൽക്കാശിലയുടെ ഭാരം. 2020 ലഭിച്ച ഉൽക്കയുടെ ശാസ്ത്രീയ പഠനം പൂർത്തിയായത് ഇപ്പോഴാണ്. ചന്ദ്രന്റെ ഏറ്റവും പുറംപാളിയുടെ സവിശേഷതകളെയും ഘടകങ്ങളെയും കുറിച്ചുള്ള അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഉൽക്കാശിലയുടെ പഠനം സഹായിക്കുമെന്നും മന്ത്രാലയം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കത്ത്. വിനിമയ നിരക്ക് മുൻകൂട്ടി അറിയാം. മാറ്റം മാസത്തിൽ 2 തവണ മാത്രം. ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഓട്ടോമേഷൻ മോഡ്യൂൾ ജൂലൈ 4-ന് നിലവിൽ വരുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് അറിയിച്ചു. 22 കറൻസികളുമായുള്ള വിനിമയ നിരക്കാണ് ഇറാം സംവിധാനത്തിലൂടെ ഓരോ മാസത്തെയും ആദ്യ വ്യാഴാഴ്ചയും 3-ാം വ്യാഴാഴ്ചയും പ്രഖ്യാപിക്കുക. അടുത്ത തവണ പുതിയ നിരക്ക് പ്രഖ്യാപിക്കും വരെ ഇതേ നിരക്കിൽ വ്യാപാരം നടത്താൻ കയറ്റുമതി ഇറക്കുമതി രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സാധിക്കുമെന്നതാണ് പ്രത്യേകത. ഡോളറിന്റെ വിനിമയ നിരക്കിനെ ആശ്രയിച്ച് ഓരോ ദിവസവും വിവിധ കറൻസികളുമായുള്ള എക്സ്ചേഞ്ച് റേറ്റ് പുതുക്കി നിശ്ചയിക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. ഓരോ ദിവസത്തെയും നിരക്ക് വ്യതിയാനം വ്യാപാര മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇതിനു പകരം വിനിമയ നിരക്ക് മാറാതെ നിൽക്കുന്നതും മുൻകൂട്ടി അറിയുന്നതും വ്യാപാരികൾക്ക് ഗുണം ചെയ്യും. ഇന്ത്യയുമായി വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ടിരുന്ന 22 കറൻസികളാണ് ഇറാമിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. വിവിധ വസ്തുക്കളുടെ വ്യാപാരം, സേവനം, നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം എന്നിവയ്ക്കായി മാത്രമേ രൂപ മറ്റൊരു കറൻസിയിലേക്കും തിരിച്ചും കൈമാറ്റം ചെയ്യാൻ കഴിയൂ. ഇന്ത്യൻ കസ്റ്റംസിന്റെ ഗേറ്റ്വേ വെബ്സൈറ്റായ ഐസ് ഗേറ്റിൽ വിനിമയ നിരക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. മാസത്തിൽ 2 തവണ ഇതിലെ മാറ്റം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. വിദേശയാത്രകളിലെ സുരക്ഷിത ഇടപാട്. യാത്രകൾ ബാങ്കുകളെ മുൻകൂട്ടി അറിയിക്കാം. വിദേശയാത്ര പോകുന്നവർ ആ വിവരം ബാങ്കുകളെ അറിയിച്ചാൽ ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാമെന്ന് ബാങ്കിംഗ് വിദഗ്ധർ. യാത്രയുടെ തീയതി, പോകുന്ന സ്ഥലങ്ങൾ, തിരിച്ചെത്തുന്ന തീയതി എന്നിവ മുൻകൂട്ടി അറിയിച്ചാൽ ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാകും. ഇതര രാജ്യങ്ങളിൽ നിന്നും ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള വിനിമയത്തെക്കുറിച്ച് ബാങ്കുകൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുന്നതിനാണിത്. യുഎയിലെ ബാങ്കുകളിൽ അക്കൗണ്ടുള്ള ഒരാൾ രാജ്യം വിടുമ്പോൾ ബാങ്കുകളെ അറിയിക്കുക വഴി സൈബർ തട്ടിപ്പുകൾ തടയാനാകും. ഇടപാടുകാരൻ തന്നെയാണ് പണം പിൻവലിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ ബാങ്കുകൾക്ക് കഴിയുമെന്നതാണ് പ്രധാന നേട്ടം. വിദേശത്തു നിന്നുള്ള ബാങ്കിംഗ് ഇടപാടുകൾ ദുരൂഹമായാൽ ബാങ്കുകൾ അക്കൗണ്ടും കാർഡുകളും മരവിപ്പിക്കും. ഓൺലൈൻ പണമിടപാടുകൾ സംശയം തോന്നിയാലും കാർഡുകൾ താൽക്കാലികമായി മരവിപ്പിക്കാറുണ്ട്. അക്കൗണ്ട് ഉടമയുടെ സുരക്ഷയെ കരുതിയാണിത്. കൂടുതൽ പണമുള്ള അക്കൗണ്ടുകളുടെ കാർഡുകൾ വിദേശ രാജ്യങ്ങളിലെ വിനിമയങ്ങൾക്ക് ഉപയോഗിക്കരുത്. ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം പിൻവലിക്കാനും പാടില്ല. വിദേശത്ത് നിന്നുള്ള ഇടപാടുകൾക്ക് ബാങ്കുകളോട് പ്രത്യേക രഹസ്യ നമ്പർ ആവശ്യപ്പെടുന്നതും അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാൻ സാധിക്കും. വിദേശങ്ങളിൽ നിന്ന് യുഎഇ ബാങ്ക് കാർഡ് വഴി പണം പിൻവലിക്കുമ്പോൾ നിരക്ക് കൂടുതലാണ്. വിദേശ ATM സർവീസ് ചാർജിന് പുറമെ കറൻസികളുടെ മൂല്യവിനിമയ നിരക്കും ഈടാക്കും. ഇതൊഴിവാക്കാൻ പ്രത്യേക പർച്ചേസ് കാർഡ് യാത്രയ്ക്ക് മുൻപ് തയ്യാറാക്കാം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗം പരിമിതമാക്കണം. സുരക്ഷിതമെന്ന് തോന്നിയാൽ മാത്രമേ ക്രെഡിറ്റ് കാർഡുകൾ വിദേശത്തേക്ക് ഉപയോഗിക്കാവൂ. ഏതെങ്കിലും ഇടപാടുകളിൽ സംശയം തോന്നിയാൽ ഉടൻ ബാങ്കുകളെ ബന്ധപ്പെടണമെന്നും ബാങ്കിംഗ് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഗുരുവായൂരിൽ മുഖമണ്ഡപവും നടപ്പന്തലും സ്ഥാപിച്ച പ്രവാസി വ്യവസായിയായ മലയാളി. സമർപ്പണം ജൂലൈ 7-ന്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥാപിച്ച മുഖമണ്ഡപത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം ജൂലൈ 7-ന് രാവിലെ 7-ന് നടക്കും. പ്രവാസി വ്യവസായിയും വെൽത്ത് എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമയുമായ അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് വഴിപാടായി മുഖമണ്ഡപവും നടപ്പുരയും നിർമ്മിച്ചത്. കേരളീയ വാസ്തുശൈലിയിലാണ് നിർമ്മാണം.
ചെമ്പിൽ വാർത്തെടുത്ത 3 താഴികക്കുടങ്ങളോട് കൂടിയതാണ് മുഖമണ്ഡപം. മാന്നാർ PK രാജപ്പൻ ആചാരിയും സംഘവുമാണ് താഴികക്കുടങ്ങൾ നിർമ്മിച്ചത്. 3 താഴികക്കുടങ്ങളിൽ നിറയ്ക്കാനായി 93 കിലോ ഞവരനെല്ലാണ് വേണ്ടിവന്നത്. മുഖമണ്ഡപത്തിന് താഴെത്തട്ടിൽ അഷ്ടദിക്പാലകർ, ബ്രഹ്മാവ്, വ്യാളി രൂപങ്ങൾ എന്നിവ കൊത്തിയെടുത്തിട്ടുണ്ട്. 2ാം നിലയുടെ മൂലയിൽ ഗജമുഷ്ടിയോടെയുള്ള വ്യാളി രൂപങ്ങളുമുണ്ട്. മുഖമണ്ഡപത്തിന്റെ തൂണുകളിൽ ചതുർബാഹുരൂപത്തിലുള്ള ഗുരുവായൂരപ്പൻ, വെണ്ണക്കണ്ണൻ, ദ്വാരപാലകർ എന്നിവരെയും കാണാം. കിഴക്കേ നടയിൽ സത്രപ്പടി മുതൽ അപ്സര ജംഗ്ഷൻ വരെ നീളുന്ന മുഖമണ്ഡപത്തിന് അനുബന്ധമായി വരുന്നതാണ് നടപ്പന്തൽ. ഇതിന്റെ 20 തൂണുകളിൽ ദശാവതാരങ്ങളും കൃഷ്ണശില്പങ്ങളും ഉണ്ടാകും. ഇളവള്ളി നന്ദനാചാര്യയുടെ നേതൃത്വത്തിൽ പെരുവല്ലൂർ മണികണ്ഠൻ, സൗപർണിക രാജേഷ്, പാന്തറ വിനീത് കണ്ണൻ ഉൾപ്പെടെ ശില്പികളുടെ വലിയ സംഘം മാസങ്ങൾ നീണ്ട അധ്വാനത്തിലൂടെയാണ് നടപ്പന്തലും മുഖമണ്ഡപവും നിർമ്മിച്ചെടുത്തത്. നിലവിലുള്ള നടപ്പുരയുടെ അതേ ഉയരം തന്നെയാവും പുതിയ നടപ്പുരയ്ക്കെന്ന് വിഘ്നേഷ് വിജയകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഇന്ത്യ ഒമാൻ ബിസിനസ് ടു ബിസിനസ് മീറ്റ്. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒമാൻ ബിസിനസ് ടു ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ കയറ്റുമതിക്കാരെയും ഒമാനി ഇറക്കുമതിക്കാരെയും ഒരേ വേദിയിൽ പരസ്പര ആശയവിനിമയത്തിന് അവസരമൊരുക്കുന്നതായിരുന്നു B2B മീറ്റ്. കൃഷി, ഭക്ഷ്യ സംസ്കരണം, സുഗന്ധവ്യഞ്ജനം, എഞ്ചിനീയറിംഗ്, നിർമ്മാണം എന്നീ മേഖലകളിൽ നിന്നുള്ള 23 ഇന്ത്യൻ കമ്പനികളും 40 ഒമാൻ കമ്പനികളും മീറ്റിൽ പങ്കെടുത്തു. ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. കോടീശ്വരന്മാരെ ആകർഷിച്ച സൗദി, നിക്ഷേപവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കും. വിദേശികളായ കോടീശ്വരന്മാരെ ആകർഷിക്കുകയാണ് സൗദി തലസ്ഥാനമായ റിയാദും ചരിത്ര പുരാതന നഗരവുമായ ജിദ്ദയും. ഈ വർഷം 300-ലധികം കോടീശ്വരന്മാർ സൗദിയിലേക്ക് കുടിയേറുമെന്നാണ് അന്താരാഷ്ട്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതോടെ രാജ്യത്തെ നിക്ഷേപങ്ങളിലും തൊഴിലവസരങ്ങളിലും വൻ വർധനമുണ്ടാകും. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളുടെ കൂടുതൽ ആകർഷകമായ കേന്ദ്രമായി രാജ്യം ഉയർന്നുവരികയാണെന്ന് ലണ്ടൻ ആസ്ഥാനമായുള്ള ബ്രിട്ടീഷ് ഇൻവെസ്റ്റ്മെന്റ് ഇമിഗ്രേഷൻ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പുറത്തുവിട്ട പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ വർഷം മാത്രം 300-ലധികം കോടീശ്വരന്മാർ സൗദിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. ജിദ്ദയും റിയാദുമാണ് ധനികരുടെ ഇഷ്ടനഗരങ്ങൾ. വടക്കേ ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് ധനികർ കൂടുതലായും സൗദിയിലേക്ക് ആകൃഷ്ടരാകുന്നത്. ആഗോള നിക്ഷേപകരെയും ബിസിനസ്സുകാരെയും ആകർഷിക്കാനായി സൗദി നടത്തുന്ന തന്ത്രപരമായ ശ്രമങ്ങളുടെ ഫലമാണിതെന്നും ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് വ്യക്തമാക്കി. നിലവിൽ $1 മില്യൺ സമ്പത്തുള്ള ഏകദേശം 58,000 വ്യക്തികളാണ് സൗദിയിലുള്ളത്. $100 ദശലക്ഷം സമ്പാദ്യമുള്ള 195ഓളം വ്യക്തികളും $1 ബില്യൺ ആസ്തിയുള്ള 22 പേരും സൗദിയിലുണ്ട്. കഴിഞ്ഞ ദശകത്തിൽ സൗദി അറേബ്യയിലെ കോടീശ്വരന്മാരുടെ എണ്ണം 35% വർദ്ധിച്ചതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികളിൽ 20% സംരംഭകരാണ്. കോടീശ്വരന്മാരിലും ശതകോടീശ്വരന്മാരിലുമുള്ള സംരംഭകരുടെ തോത് 60% വരെ എത്തും. അതിനാൽ ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾ സൗദിയിലെത്തുന്നതോടെ നിക്ഷേപവും തൊഴിലവസരങ്ങളും കുത്തനെ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ. സ്വന്തം ആവശ്യം പോലും മാറ്റിവെച്ചൊരുക്കുന്ന സ്നേഹപ്പെട്ടികൾ നാട്ടിലെത്തും വരെ പ്രവാസികളുടെ ഉള്ളിൽ അടങ്ങാത്ത തീ ആരറിയാൻ. പ്രവാസികൾക്ക് ഇത് പെട്ടികെട്ടൽ കാലമാണ്. പല സമയത്തായി വാങ്ങി സൂക്ഷിച്ചു വെച്ച ഓരോന്നും ഈ നാളുകളിൽ പെട്ടികളിൽ ഇടം പിടിക്കും. പെട്ടികെട്ടൽ ഒരു കലയാണ്. സീനിയർ പ്രവാസികളാണ് പെട്ടികെട്ട് വിദഗ്ധർ. ഇളമുറക്കാർ സാധനങ്ങൾ നിറയ്ക്കാൻ പെട്ടിയിൽ ഇടമില്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ സീനിയേഴ്സിന്റെ ഒരു എൻട്രിയുണ്ട്. അടുക്കും ചട്ടവും പറഞ്ഞ് അവർ ഓരോന്നായി പെട്ടികളിൽ അടയ്ക്കും. 3 പെട്ടി ഉണ്ടായിട്ടും സ്ഥലമില്ലെന്ന പരാതി പറഞ്ഞവരുടെ സാധനങ്ങൾ ഒറ്റപ്പെട്ടിയിൽ കൃത്യമായി അടുക്കിയിട്ട ഒരു നോട്ടമുണ്ട്. ബാക്കിയായ ഈ പെട്ടികൾ കൊടുക്കുന്നോ എന്ന ഭാവത്തിൽ. ഇതെന്തൊരത്ഭുതം എന്ന് ഓർത്ത് കണ്ണും തള്ളി നിൽക്കുന്നവരുടെ മുന്നിൽ ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ അവർ നടന്നകലും. അടുത്ത പെട്ടികെട്ടിന് ഈ പെട്ടിയിലെ സാധനങ്ങളിൽ ഓരോന്നിലും അതുപയോഗിക്കുന്നവന്റെ പേരുണ്ട്. ആ പേരുകൾ പ്രവാസികളുടെ മനസ്സിലാണെന്ന് മാത്രം. ഓരോന്നും വാങ്ങുമ്പോൾ ഓരോരുത്തരുടെയും മുഖമായിരിക്കും പ്രവാസികൾ ഓർത്തിട്ടുണ്ടാവുക. കാര്യമായി ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുന്ന ബന്ധുവിനോടും നാട്ടുകാരോടും പറയാനുള്ളത്, ഈ കൊണ്ടുവന്നതൊന്നും വെറുതെ കിട്ടിയതല്ല. നിങ്ങൾക്ക് നൽകുന്ന ഓരോന്നിലും പ്രവാസി വേണ്ടെന്ന് വെച്ച ആവശ്യങ്ങൾ പലതുണ്ട്. അതിൽ ഇഷ്ടഭക്ഷണമുണ്ടാകും, സിനിമയുണ്ടാകും, മദ്യമുണ്ടാകും, യാത്രകളുണ്ടാകും, നല്ല വസ്ത്രങ്ങളുണ്ടാകും. സ്വരുക്കൂട്ടിയ പണത്തിൽ നിന്നാണ് ആ പെട്ടിയിലെ ഓരോന്നും അവർ സ്വന്തമാക്കിയത്. അത് കിട്ടുമ്പോൾ അവന്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്തുണ്ടാകുന്ന ചിരിയാണ് അവൻ വേണ്ടെന്ന് വെച്ച പലതിന്റെയും പ്രതിഫലം. ഇങ്ങനെ ആഘോഷമായി കെട്ടി പെട്ടികൾ നാട്ടിലെത്തും വരെ പ്രവാസികൾക്ക് ഉള്ളിലൊരു തീയുണ്ട്. അതിലാദ്യത്തേത് ബോർഡിംഗ് പാസ് എടുക്കുന്നതിനിടയിലാണ്. പെട്ടികളുടെ ഭാരം തൂക്കി നോക്കും വരെ ഹൃദയം വേഗത്തിലിടിക്കും. ആകെ 30 കിലോ ആണ് പ്രവാസികൾക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ കിട്ടുന്നത്. ഒരാൾ മാത്രമാണ് പോകുന്നതെങ്കിൽ സ്വന്തം വസ്ത്രങ്ങൾ
സാധനങ്ങൾ വയ്ക്കുമ്പോൾ തന്നെ പകുതി ഭാരമാകും. ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് മാത്രം സാധനം കൊണ്ടുപോകാമെന്ന് വെച്ചാൽ പോലും 30 കടക്കും. അങ്ങനെ തൂക്കം കൃത്യം ഒപ്പിച്ചു വരുമ്പോഴായിരിക്കും എയർപോർട്ടിലെ ത്രാസിൽ നമ്മുടെ പെട്ടി എങ്ങനെ കിടക്കുന്നത്. കൗണ്ടറിലിരിക്കുന്ന സ്റ്റാഫിന്റെ അന്നത്തെ മൂഡ് ശരിയല്ലെങ്കിൽ 31ാമത്തെ കിലോ മുതൽ പിഴ ഈടാക്കി തുടങ്ങും. കിലോയ്ക്ക് 100 ദിർഹമാണ് അധിക നിരക്ക്. ഇങ്ങനെ എത്രയോ കാഴ്ചകൾക്കാണ് ഈ അവധിക്കാലം സാക്ഷിയാകാൻ പോകുന്നത്. കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നവർ കാർഗോ സർവീസുകളെ ആശ്രയിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം സീനിയർ പ്രവാസികൾക്കുണ്ട്. എയർ കാർഗോയിൽ കിലോ 12 ദിർഹമാണ് ഈടാക്കുന്നത്. കുറഞ്ഞത് 30 കിലോ ഉണ്ടെങ്കിലേ കാർഗോയിൽ അയക്കാനാകൂ. ചിലവ് 360 ദിർഹം. വിമാന ടിക്കറ്റിനൊപ്പം അധിക ബാഗേജ് വാങ്ങണമെങ്കിൽ 10 കിലോയ്ക്ക് 250 ദിർഹം മുതലാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. അതങ്ങനെ നോക്കുമ്പോൾ 360 ദിർഹത്തിന് 30 കിലോ നാട്ടിലെത്തുമല്ലോ എന്ന് ദുബായ് ഒയാസിസ് ട്രാവൽ ഉടമ ജാഫർ ഷെരീഫ് പറയുന്നു. എയർ കാർഗോയിൽ സാധനങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വീട്ടിലെത്തുമെന്നാണ് കമ്പനികളുടെ വാഗ്ദാനം. യാത്ര പുറപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് കാർഗോ അയച്ചാൽ നാട്ടിലെത്തുമ്പോൾ കാർഗോയും വീട്ടിലെത്തും. പതുക്കെ കിട്ടിയാൽ മതിയെങ്കിൽ കപ്പൽ മാർഗം അയക്കാം. കിലോയ്ക്ക് 4 മുതൽ 5 ദിർഹം. തുറമുഖത്തെ ക്ലിയറൻസ് കിട്ടുന്ന മുറയ്ക്ക് 20-30 ദിവസം കൊണ്ട് കാർഗോ വീട്ടിൽ കിട്ടും. ആഗ്രഹിച്ചു വാങ്ങിയതൊക്കെ കുപ്പയിൽ കളയുന്നതിലും ഭേദം അതൊക്കെ നാട്ടിലെത്തിക്കാനുള്ള മറ്റു വഴികൾ നോക്കുന്നതാണ്. കാരണം പ്രവാസികളുടെ പെട്ടികളും അതിലെ സാധനങ്ങളും വെറും സാധനങ്ങളല്ല, ജീവൻ തുടിക്കുന്ന, സ്നേഹം തുളുമ്പുന്ന കരുതലിന്റെ അടയാളങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.